ഇതെന്നാ തപ്പുന്നേ? തപ്പുന്നത് ചേട്ടാ ഒന്നുമല്ല, ഇത് കണ്ടോ, ഇതുണ്ടോ? എന്താ സാധനം? ചാണകപ്പുഴു. ചാണകപ്പുഴു. ഈ ചാണകപ്പുഴുവാണ് ചേട്ടാ നമ്മളുടെ തെങ്ങിന്റെ മേലുള്ള നമ്മളുടെ ഇതില്ലേ കൊരള്, നമ്മളെ തെങ്ങ് വെട്ടിയിട്ട് ഒരു വി ഷേപ്പിൽ വെട്ടി വരുന്നില്ലേ, തെങ്ങിന്റെ കൂമ്പൊക്കെ വെട്ടുന്നില്ലേ, അത് ഇവനാ. ഓ അത് ശരി, ഇവനാണ് വെട്ടുന്നത്. ഇവനാ ചെള്ളായിട്ട് വരുന്നത്. ഇപ്പൊ തന്നെ അതിന്റെ തലയൊക്കെ ചെള്ളിന്റെ തല പോലെ ഉണ്ട് അല്ലേ? ഇതുണ്ടോ സൈഡൊക്കെ കണ്ടോ, ഇങ്ങനെ ഒരു കറുത്ത ഇതിന്റെ മേലെ ഇങ്ങനെ ചെമ്പം കുത്തി ഇങ്ങനെ ഇത് കണ്ടിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇതിന്റെ തന്നെ ചെറുതൊന്നുണ്ട് നമ്മളെ അടിയിൽ വേര് നിന്ന്, അതും ഇതും തമ്മിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചാണകപ്പുഴന്നൊക്കെ ചില ആൾക്കാർ അതിന് പറയും, അത് ചാണകപ്പുഴ അല്ല, അത് വേര് നിന്ന പുഴ. അതും നമുക്ക് വേര് വിടും. അല്ല, അത് നമ്മള് മണ്ണിന്റെ അടിയിൽ കൂടി മണ്ണിന്റെ അടി ഉണ്ടാവുന്ന അത് ചെറിയൊരു ഇതുണ്ടെങ്കിൽ തന്നെ ഇതേപോലെ തന്നെയാണ് കാണാനൊക്കെ ഉണ്ടാവുക. ഇതേപോലെ 6 കാലുകൾ ഉണ്ടാവും, ഇങ്ങനെ തന്നെയാണ് കാണാനൊക്കെ ഉണ്ടാവുക. പക്ഷെ അതിന് ഇത്ര സൈസ് ഉണ്ടാവുക. അത് വെള്ള കളർ, നല്ല വെള്ള കളറിൽ അങ്ങനെ ഉണ്ടാവും. ഇത് ചില സ്ഥലത്ത് നല്ല വെള്ള കളറിൽ തന്നെ കാണാനും ഉണ്ടാവും. ഇവനാണ് നമ്മളുടെ ചാണകപ്പുഴു. ഇവനാണ് നമ്മള് ചെള്ളായിട്ട് വന്നിട്ട് നമ്മളെ എന്താ പറയാ ഈനാണ് നമ്മൾ എന്ത് ചെയ്യാ മെറ്റാറൈസി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫംഗസ് ഉണ്ട്. ഒരു പിന്നെ എന്താ പറയാ ഒരു പച്ച കളറുള്ള ഒരു ഫംഗസ് ഉണ്ട്. ആ ഫംഗസ് അത് പിന്നെ കാലിചക്ര എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ആ സാധനമാണ് നമ്മളെന്ത് വെച്ചാൽ നമ്മളെ ഇതില്ലേ ചാണകക്കുഴി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാനും അതേപോലെ തന്നെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാനൊക്കെ ഉപയോഗിക്കുക. കാരണം വെച്ചാൽ ഇവനെ ചെറുപ്പത്തിലെ കൊല്ലാൻ വേണ്ടി. ചാണകക്കുഴിക്കകത്ത് ഒഴിച്ചു കൊടുക്കാൻ ഉണ്ടാവില്ല ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ തെങ്ങിന്റെ മുകളിലൊക്കെ കുരലിന്റെ അകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും, നമ്മൾ താഴെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതെന്താ വെച്ചാൽ നമ്മൾ ഇവന്റെ വണ്ട് കണ്ടിട്ടുണ്ടല്ലേ, കാണ്ടാമൃഗ വണ്ട് ഇങ്ങനെ ഇതായിട്ട് നമ്മളുടെ ഇതായിട്ട് വരുന്നത്, അതിന്റെ മുകളിലായി കഴിഞ്ഞാൽ അതിന്റെ ബോഡിക്ക് നല്ല ഉറപ്പാ. ആ ഉറപ്പിന്റെ ഉള്ള ആ ബോഡിന്റെ ഉള്ളിലേക്ക് പിന്നെ കയറി ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അതിനെ കൊല്ലാനൊക്കെ നമുക്ക് ആ ഫംഗസിനെ പറ്റുള്ളൂ. ആ ഒരു ഫംഗസാ. അത് എവിടെ മേടിക്കാൻ കിട്ടും? നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടും. IPL ആണെങ്കിൽ നമുക്ക് കിട്ടും കാലിചക്ര എന്നുള്ള പേരിലാണ്. കാലിചക്ര മെറ്റാറൈസി എന്ന് പറയുന്ന ഫംഗസാണ്. ആ ഫംഗസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഇവനെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം, കൊല്ലാൻ പറ്റും. ഇതിനെ കൊല്ലാൻ പറ്റും. നമ്മൾ ചാണകക്കുഴിക്കകത്ത് ചാണകക്കുഴിക്കകത്ത് ഒഴിച്ചു കൊടുക്കുക. നമ്മളെ പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഇതേപോലെയുള്ള നമ്മളെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കമ്പോസ്റ്റിൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ തെങ്ങിന്റെ മുകളിലേക്കാണ് കുരലിലൊക്കെയാണെന്ന് വെച്ചാൽ കുരലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ നമുക്ക് ചിലൊക്കെ തല പോയ തെങ്ങ് ഉണ്ടാവും. ഈ തെങ്ങ് നമ്മളൊന്നും ശരിക്കും എന്താവില്ല, ക്ലീൻ ചെയ്യൂല, കത്തി ചെയ്യൂല. പക്ഷെ അതിന്റെ ഉള്ളിൽ വന്നിരിക്കും. ഇതിന്റെ അകത്ത് നമ്മൾ കൊണ്ടുപോയി സാധാരണ ഇതിൽ എന്താ വെച്ചാൽ ക്ലോറിപൈരിഫോസ് അങ്ങനത്തെ കെമിക്കലൊക്കെ കൊണ്ടുവയ്ക്കുക. പക്ഷെ ഒഴിച്ചു കഴിഞ്ഞാലും എന്താ വെച്ചാൽ ആ സമയത്ത് ആ തട്ടുന്ന സമയത്തുള്ള മാത്രമേ ചത്തു, ബാക്കി ചത്തുപോകില്ല. അത് ഫുള്ളായിട്ട് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം വേണം. വ്യാപകമായിട്ട് തെങ്ങ് കുത്തി കളയുന്നുണ്ട്. അതിനെ നമുക്ക് ആ തെങ്ങ് കുത്തിക്കളഞ്ഞതിന്റെ അകത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇവനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫംഗസിനെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും വലിയ പൈസ ഒന്നും ഇല്ലാത്ത സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ ഇവന്റെ എന്താ പറയാ പ്രത്യേകത, ചേട്ടൻ ഇത് നോക്കുന്ന സമയത്ത് ഇവൻ എന്താ വെച്ചാൽ ഇതിന്റെ അടിയിലേക്ക് തിന്ന് ചെറുതാകുമ്പോ ഇതിവൻ മുകളിലായിരിക്കും, തിന്ന് താഴത്തോട്ട് പോകുമ്പോൾ വലുതായി താഴെ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 1-2 അടീന്റെ അടുത്ത് താഴെ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ എന്താ ചോദിച്ചാൽ കൂടായിട്ട് ഇങ്ങനെ നിൽക്കും. ഞാൻ അതായിരുന്നു ചേട്ടാ തപ്പിക്കൊണ്ടിരുന്നത്. ഏകദേശം ഒരു അടിയിലെ താഴെ ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ ക്യൂപ്പി ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞ് ഇവൻ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇവൻ വണ്ടായിട്ട് മുകളിലായിട്ട് വരിക. അപ്പൊ അത് നമ്മളുടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതാണ് അവൻ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് പുഴു. ഇവനാണ് പുഴു കേട്ടോ. തലയൊക്കെ ചെള്ളിന്റെ വല പോലെ ഉണ്ട്. ചെള്ളിന്റെ ഇവൻ കടിക്കും കണ്ടോ, ചിറക് വെക്കും അല്ലേ? ചിറക് വെക്കും, വണ്ടായിട്ട് പോകും. അപ്പോ ഇനി നമുക്ക് ഇതേപോലെയുള്ള കൂടുതൽ വിവരമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.